എങ്ങനെയാണ് ഈ ഒരു ഷാഡോ കൊണ്ടുവരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ലെയർ ബോക്സിലേക്ക് വരുന്നു. ലെയർ ബോക്സിൽ ആ ഒരു ടെക്സ്റ്റ് ലെയറിന്റെ ഈ ഒരു ഒഴിഞ്ഞ ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ശേഷം കളർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാണുന്ന രീതിയിലുള്ള കളർ കൊടുക്കുക. ഞാനിപ്പോൾ ബ്ലൂ കൊടുക്കുന്നു. കറക്റ്റായിട്ട് നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. കാണുന്നതിന് വേണ്ടി മാത്രമാണ് ബ്ലൂ കൊടുത്തിട്ടുള്ളത്. ശേഷം സൈസ് എന്നെടുത്ത് ഏകദേശം കൂട്ടിയിട്ട് ഈ രീതിയിലാക്കുക. ശേഷം അതിന്റെ പൊസിഷൻ ഔട്ട്സൈഡ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരു സ്ട്രോക്കിന്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കളർ എന്നെടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു വൈറ്റ് സ്ട്രോക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഡ്രോപ്പ് ഷാഡോ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷാഡോ ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് അതിന്റെ ഓപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക. ഓപ്പാസിറ്റി കൂട്ടി കൊടുത്ത് ഏകദേശം ഒരു പകുതി ഒക്കെ വരുന്ന രീതിയിലാക്കി കൊടുക്കുക. ശേഷം അതിന്റെ ആംഗിൾ എന്നെടുത്ത് ഏകദേശം ഒരു 115 എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിളിൽ വരുന്നതാണ്. ശേഷം അതിന്റെ ഡിസ്റ്റൻസ് എന്നെടുത്ത് ഏകദേശം ഒന്ന് കൂട്ടി കൊടുത്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുന്നു. അതിന്റെ സ്പ്രെഡ് എന്നതും ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് സ്പ്രെഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതിന്റെ സൈസും ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ശേഷം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷാഡോ ലഭിക്കുന്നതാണ്.